നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ ഉയരപാതയിൽ നിന്ന് ഗർഡർ താഴേക്ക് പതിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ജാക്കി തെന്നി താഴേക്ക് തെറിച്ച ഗർഡർ ഒഴുകിക്കൊണ്ടിരുന്ന പിക്കപ്പിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തെ തുടർന്ന് തുറവൂരിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. നമ്മളിത് ലിഫ്റ്റ് ചെയ്ത് അതിനുശേഷം ഇതിൻ്റെ അടിയിലേക്ക് ബിയറിങ് കയറ്റി വെക്കുകയാണ് ചെയ്യുക. അപ്പം ലൊക്കേഷനിൽ അതിൻ്റെ പൊസിഷനിലെത്തിയതിന് ശേഷം ആണ് വാഹനം കടന്നു പോയത്. അതിനടിയിൽ ബിയറിങ് വെക്കേണ്ട ആ ഒരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിലാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇല്ല, അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അത് ഇപ്പം രാത്രിയിലാണെങ്കിൽ ഇത് ഇങ്ങനെ നടന്നിട്ടുള്ളത് നമ്മളത് ചെയ്തതാണിത്. ജീവനക്കാരുണ്ട്. ഒരിക്കലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഒരു വണ്ടി കൈവശം വരത്തില്ല. ശരിയാണോ സാർ? അത് പറയരുത്. ഇപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ ന്യൂസുകാരുടെ മുമ്പിൽ വെച്ച് പറയാം, ശരി തന്നെ, ശരിയാണോ? പക്ഷെ സാറിന്റെ ആർക്കെങ്കിലും ബന്ധപ്പെടുകയുള്ളൂ. അല്ല, നാട്ടുകാർക്ക് തോന്നുന്നുണ്ട്. ഇത്രയും വലിയ ബിൽഡിംഗ് ചെയ്യണം, ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണതാണ്. ഇതിന് ഇത്ര സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം, അവരുടെ പ്രസൻസ് വേണം. ഒരു നാഷണൽ ഹൈവേയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവില്ല സാർ. ഏതെങ്കിലും ഒരു സമയത്ത് സാർ, ഞാനിവിടെ സ്ഥിരമായിട്ട് ഞാൻ കളമശ്ശേരി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്ഥിരമായിട്ട് രാത്രി ഞാൻ 9-10 മണിക്ക് ഇവിടെ കവർ ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്കറിയാം, ഒരൊറ്റ സ്കിൽഡ് എംപ്ലോയീസ് ഇതിന് വേണ്ടിയിട്ട് സമയത്ത് ഇവിടെ സ്പെൻഡ് ചെയ്യൂല. ഇവിടെ നാഷണൽ ഹൈവേയുടെ ഒരു അതോറിറ്റിയുടെ ഒരു ആൾക്കാരും ഉണ്ടാവില്ല. ഇവരെ കുറച്ച് ഹിന്ദിക്കാരുണ്ട്, ആ ലേബേഴ്സ്, അവർ ഏറ്റവും താഴെ കിടക്കുന്ന ലേബേഴ്സാണ്. അവർക്ക് സ്കിൽഡ് എംപ്ലോയീസ് അല്ല, അവരെ ലേബേഴ്സാണ്. ലേബേഴ്സിന് കൊടുക്കാവുന്ന പ്രയോറിറ്റി അത് മാത്രമേ ഉള്ളൂ. അവരത് ഹാൻഡിൽ ചെയ്യും. എന്നുവെച്ചാൽ ഇതൊന്ന് കൈ കാണിക്കും, ഒരു ക്രൈം കൊണ്ടുവരും, പൊക്കി വെക്കും, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിന് മുകളിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കൺട്രോൾ ചെയ്യാനാ, അല്ലെങ്കിൽ അതിന് ഗൈഡ് ലൈൻ കൊടുക്കാൻ ഒരാൾ പോലും നിൽക്കാറില്ല. പ്രതിനിധികളായ ബിന്നിലും വിഷ്ണു പ്രകാശും നമുക്കൊപ്പം വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിന്നിലേക്ക് ആദ്യം. ബിന്നിൽ, ഗുരുതരമായ പ്രശ്നങ്ങൾ നാട്ടുകാരൊക്കെ ആരോപിക്കുന്നുണ്ട്. ഈ കരാർ കമ്പനിയുടെ പ്രതിനിധി പറയുന്നത് അനുസരിച്ച് ഒരു പ്രതിഷേധം പോലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. നിലവിൽ എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? നമ്മൾ നേരത്തെ കേട്ടത് അശോക ബിൽക്കോൺ എന്ന ഈ കരാർ കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള വേണുഗോപാലിന്റെ വാക്കുകളാണ്. അതാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ജാക്കി തെന്നി മാറിയാണ് ഈ ഇത്രയും വലിയ 2 ഗട്ടറുകൾ താഴേക്ക് പതിച്ച് അവിടെ ഇപ്പോൾ ഈ നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിലവിൽ തന്നെ അവിടെ ഒരു 4 ഗട്ടറുകൾ ഇപ്പോൾ തന്നെ ഇതിന് മുകളിലുണ്ട്. ആ ഗട്ടറുകൾക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കൃത്യമായിട്ടാണോ, അതിൻ്റെ ജാക്കി സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അടുക്കി വെച്ചിരുന്ന ഗട്ടറുകളിൽ 2 എണ്ണമാണ് താഴേക്ക് പതിച്ചത്. ആദ്യം 1 താഴേക്ക് വീഴുന്നു, അതിന് പിന്നാലെ ആ ഗട്ടർ മുകളിൽ തന്നെ വെച്ച് മറ്റൊരു ഗട്ടറിലേക്ക് വന്ന് പതിച്ചു. ആ ഗട്ടറാണ് രണ്ടാമത് വീഴുന്നത്. ഈ രണ്ടാമത് വീണ ഗട്ടറാണ് യഥാർത്ഥത്തിൽ ഈ പിക്കപ്പ് വാനിന് പുറത്തേക്ക് വീഴുകയും അതിലുണ്ടായിരുന്ന ഡ്രൈവർ രാജേഷ് മരിക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായും ആ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് തന്നെയാണ് ക്യാബിൻ്റെ മുകളിലേക്ക് ഈ രണ്ടാമത്തെ ഗട്ടർ വന്ന് പതിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന് അപ്പുറത്തുള്ള ഇപ്പോൾ വെൽഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗട്ടറാണ് കൃത്യമായും ആ വാഹനത്തിന് മുകളിലേക്ക് വന്ന് പതിച്ചത്. 2 ഗട്ടറുകൾ ഒരുമിച്ച് താഴേക്ക് വന്ന് വീഴുകയായിരുന്നു. ആദ്യം വീണത് ഈ ഗട്ടറാണ്, അതിന് തൊട്ട് പിന്നാലെ മറ്റേ രണ്ടാമത്തെ ഗട്ടറും കൂടി വീണു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇപ്പോൾ മുകളിൽ ആ പിയർ ക്യാപ്പിന് മുകളിൽ ഈ കരാർ കമ്പനിയുടെ തൊഴിലാളികൾ എത്തി. അവർ ആ ജാക്കി സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നത് സംബന്ധിച്ച വിശദമായ പരിശോധന വേണ്ടിവരും. ദേശീയപാത അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കം എത്തി ഇവിടെ പരിശോധന നടത്തേണ്ടി വരും. കാരണം ഇത് വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ആ സമയമായതുകൊണ്ടാണ് ഈ ഒരു വാഹനം മാത്രമായി ഈ അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിൽ വലിയ ദുരന്തമായി തന്നെ അത് മാറുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഇവിടുത്തെ പരിസരവാസികളൊക്കെ പറയുന്നത് ഈ ഗട്ടർ വീണതിന് തൊട്ട് പിന്നാലെ ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് തൊട്ട്
പുറത്തെത്തിയിരുന്നു. ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഈ അപകടത്തിൽപ്പെട്ട പിക്കപ്പ് വാൻ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതാണ്. ഇവിടെ ഒരു 50 മീറ്റർ ദൂരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ ഗട്ടറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു വരി അടച്ചുകൊണ്ടാണ് ആ ജോലികൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എറണാകുളം ഭാഗത്തേക്കും ആലപ്പുഴ ഭാഗത്തേക്കും പോകേണ്ട വാഹനങ്ങളെല്ലാം തന്നെ ഒറ്റ വരിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചത്. നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് ഈ അപകടത്തിൻ്റെ ഇടയാക്കിയ സംഭവങ്ങളെന്നത് വിശദീകരിച്ചിരുന്നു. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയരപ്പാതയുടെ ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണ നിലയിൽ 2 തൂണുകൾക്കിടയിൽ 7 ഗട്ടറുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ 6 വരിപ്പാതയാണ് നിർമ്മിച്ചു പോകുന്നത്. ഇവിടെ അതല്ല, 6 വരിക്കപ്പുറത്ത് കൂടുതൽ വീതിയിലാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. 7 ഗട്ടറിന് പകരം ഇവിടെ 12 ഗട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് 5 ഗട്ടറുകൾ കൂടി അധികമായി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മഞ്ഞ ക്രെയിനിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതാണ് ഗാൻട്രി ക്രെയിൻ. ആ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗട്ടറുകൾ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുന്നത്. ഇവിടെ ചെയ്യുന്നത് ഈ ഗട്ടറുകൾ 12 ഗട്ടറുകളും ഈ പിയർ ക്യാപ്പിന് മുകളിലേക്ക് നിരത്തിയതിന് ശേഷം ഇതിലെ ഓരോ ഗട്ടറുകളും എടുത്ത് മാനുവൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് അലൈൻ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്നത്. ആ മാനുവൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗട്ടറുകൾ നീക്കുന്നതിനിടയിലാണ് 2 ഗട്ടറുകൾ താഴേക്ക് പതിച്ചത്. അത് കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ